Hello everyone, welcome to a new video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മസ്റ്റ് ഹാവ് ടു. ഇത് രണ്ടും എന്താണ്, എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, ഇത് ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മസ്റ്റ് ഹാവ് ടു വെച്ചിട്ട് ഈ സെൻറ്റൻസസ് ഒക്കെ എങ്ങനെ പറയാം എന്നുള്ളത് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. സോ ഓവർ ടു ദ വീഡിയോ. സോ നമുക്ക് മസ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കൂ, എനിക്ക് പോയേ പറ്റൂ. ഞാൻ നിർബന്ധമായിട്ട് പറയാണല്ലേ, എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് നിർബന്ധമാണ്, ഞാൻ പോയേ പറ്റുള്ളൂ എന്ന്. ആ സമയത്ത് നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം. എനിക്ക് നിർബന്ധമാണ്, ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്ന്. ഓക്കെ, അപ്പം നമുക്ക് നോക്കിയാലോ. ഞാൻ പോയേ പറ്റൂ, ഐ മസ്റ്റ് ഗോ. ഇവിടെ നിർബന്ധമായും എന്നുള്ള ഭയങ്കര ഡിറ്റർമൈൻഡ് ആയിട്ട് നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, നീ അത് പറഞ്ഞേ പറ്റൂ. നീ ഉറപ്പായിട്ടും, നീ നിർബന്ധമായിട്ടും അത് പറയണം. എങ്ങനെ പറയാം? യു മസ്റ്റ്, യു മസ്റ്റ് സേ. നീ പറഞ്ഞേ പറ്റൂ അത്, ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, അവൾ അത് എഴുതിയേ തീരൂ. അവൾ നിർബന്ധമായിട്ടും അത് എഴുതണം. എനിക്ക് നിർബന്ധമാണ്, അവളത് എഴുതിയേ പറ്റുള്ളൂ. എങ്ങനെ നമുക്ക് പറയാം? ഷീ മസ്റ്റ് റൈറ്റ്, ഷീ മസ്റ്റ് റൈറ്റ്. അവൾ എഴുതിയേ തീരൂ. അത് എന്ന് പറയാനായിട്ട് നമ്മൾ ദാറ്റ്, ഷീ മസ്റ്റ് റൈറ്റ് ദാറ്റ്. അവളത് എഴുതിയേ തീരൂ. നെക്സ്റ്റ് നോക്കൂ, നീ പോകരുത്. പോവാൻ പാടില്ല, നിർബന്ധമായിട്ട് നീ പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മളിവിടെ പോകണം എന്ന് പറയാൻ വേണ്ടിയിട്ട്, ചെയ്യണം, നിർബന്ധമായും ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട് മസ്റ്റ് യൂസ് ചെയ്യാൻ പഠിച്ചു. ഇനി പോകരുത്, ചെയ്യരുത്, നീ പറയരുത് എന്നെങ്ങനെയാ പറയാ? നമുക്ക് നോക്കാം. യു മസ്റ്റ് നോട്ട് എന്ന് എഴുതിയാൽ മതി. യു മസ്റ്റ് നോട്ട് ഗോ. കണ്ടോ, നമ്മൾ നോട്ട് ആഡ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, ഈ നോട്ട് ഇങ്ങനെ എഴുതുന്നതിന് പകരം നമുക്കിത് ഷോർട്ടായിട്ട് ഇങ്ങനെ എഴുതാം. ഇത് മസ്റ്റിൻ്റ് എന്ന് വായിക്കരുത്, ടി സൈലന്റ് ആണ്. മസൻറ്റ് എന്ന് വായിക്കാം. യു മസൻറ്റ് ഗോ, നീ പോകരുത്. ഇവിടെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചെറിയൊരു ഡൗട്ട് ഉണ്ടായി കാണും. യു ഷുഡിൻ ഗോ എന്ന് പറഞ്ഞാലും സെയിം തന്നെ അല്ലേ എന്ന് തോന്നിയോ? യു ഷുഡിൻ ഗോ എന്ന് പറഞ്ഞാലും നീ പോകരുത് എന്ന് തന്നെയാണ്. പക്ഷെ ഷുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒരു അഡ്വൈസ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നീ പോകരുത് എന്നൊരു ഉപദേശമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മസ്റ്റ് ഉപയോഗിക്കുമ്പം അതിൽ നിർബന്ധമായും പോകരുത്, ഒരു കാരണവശാലും നീ പോകരുത് എന്ന് നിർബന്ധിച്ച് പറയുന്ന ഒരു ടോണ്, കൂടുതലൊരു സ്ട്രോങ് ടോണ് കൊടുക്കുന്നത് മസ്റ്റാണ്. അപ്പോൾ യു മസ്റ്റൻ ഗോ എന്ന് വെച്ചാൽ തന്നെ അവിടെ പോകാൻ ഒരു ചാൻസും ഇല്ല, ഒരു സമ്മതവും ഇല്ല. നീ പോകരുത് എന്ന് ഉറപ്പിച്ച് പറയുമ്പോഴാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം നെക്സ്റ്റ് വൺ നോക്കൂ, അവൾ പാടരുത്. എന്നോട് ഉറപ്പിച്ച് പറയാണേ. അപ്പം നമുക്ക് എങ്ങനെ പറയാം? യു മസ്റ്റൻറ്റ്, അവളാണല്ലേ, അപ്പം എന്താ വരിക? ഷീ, ഷീ മസ്റ്റൻറ്റ് സിങ്. എന്ത് വന്നിട്ടാണെങ്കിലും അവൾ പരിപാടിക്ക് പാടാൻ പാടില്ല, അല്ലെങ്കിൽ അവൾ പാടരുത്. അപ്പം എങ്ങനെ പറയും? ഷീ മസ്റ്റൻറ്റ് സിങ്. ഇതെന്താ പ്രൊനൗൺസ് ചെയ്യുക? മസ്റ്റൻറ്റ്. അപ്പോൾ എനിക്ക് പോയേ പറ്റുള്ളൂ, എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ. എങ്ങനെ പറയാം? ഐ മസ്റ്റ് ഗോ, ഐ ഷുഡ് സേ. ഐ ഷുഡ് സേ അല്ല, ഐ മസ്റ്റ് സേ. അപ്പോൾ എനിക്ക് പോയേ പറ്റുള്ളൂ, ഐ മസ്റ്റ് ഗോ. എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ, ഐ മസ്റ്റ് സേ. എനിക്ക് അവളെ കണ്ടേ പറ്റുള്ളൂ, ഐ മസ്റ്റ് സീ ഹർ. കണ്ടോ, ഇങ്ങനെ നമ്മൾ ഉറപ്പിച്ച് പറയുമ്പം മസ്റ്റ് ഉപയോഗിക്കാൻ പഠിച്ചു. നമുക്ക് ബാക്കി പോർഷൻസ് നോക്കാം. സോ നിങ്ങളിവിടെ നോക്കൂ, എനിക്ക് പോയേ പറ്റൂ. നിങ്ങൾക്കറിയാം ഇതെങ്ങനെയാണ് പറയണ്ടേന്നല്ലേ? ഐ മസ്റ്റ് ഗോ. ഈ ഐ മസ്റ്റ് ഗോ എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഐ ഹാവ് ടു ഗോ എന്നും പറയാം. സെയിം മീനിങ് ആണ്. ഇവ തമ്മിൽ ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഐ ഹാവ് ടു ഗോ, ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ആ വ്യത്യാസം എന്താണെന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ അവസാനത്തിൽ പറഞ്ഞുതരാം. അതുവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ്. ഐ മസ്റ്റ് ഗോ, എനിക്ക് പോയേ പറ്റൂ, അല്ലെങ്കിൽ ഐ ഹാവ് ടു ഗോ. ഓക്കെ, നെക്സ്റ്റ് വൺ, നീ അവളെ വിളിച്ചേ പറ്റൂ. എങ്ങനെയാണ് നമ്മൾ പറയാ? ഹാവ് ടു ഉപയോഗിച്ചിട്ട് പറഞ്ഞു നോക്കൂ. യു ഹാവ് ടു കോൾ ഹർ. നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ ടു ഒന്നും ഉപയോഗിക്കുന്നില്ല.
ഹാവ് ടു എന്നാണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ടു ഉപയോഗിക്കുന്നുണ്ട്. യു ഹാവ് ടു കോൾ ഹർ. യു ഹാവ് ടു കോൾ ഹർ. നീ അവളെ വിളിച്ചേ പറ്റൂ. നെക്സ്റ്റ് വൺ, അവൾ ഇപ്പോൾ വന്നേ പറ്റൂ. എങ്ങനെ പറയാം? ഷീ. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഹാവ് ടു അല്ല യൂസ് ചെയ്യുന്നത്. ഹി, ഷീ, ഇറ്റ് പോലെ ഏകവചനം വരുമ്പോൾ നമ്മൾ ഹാവിന് പകരം എന്താ യൂസ് ചെയ്യുക? ഹാസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ വരും? ഷീ ഹാസ് ടു. ഷീ ഹാസ് ടു കം. അവൾ വന്നേ പറ്റൂ ഇപ്പോൾ. നൗ. ഷീ ഹാസ് ടു കം നൗ. അയാൾ എന്നെ വെയിറ്റ് ചെയ്തേ പറ്റൂ. എങ്ങനെ നമ്മൾ പറയും? ഹീ, അയാൾ. ഹീ ഹാസ് ടു. ഹീ ഹാസ് ടു വെയിറ്റ്. അവൻ വെയിറ്റ് ചെയ്തേ പറ്റൂ. ഫോർ മീ. ഹീ ഹാസ് ടു വെയിറ്റ് ഫോർ മീ. അവൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, മസ്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പം എനിക്ക് നിർബന്ധമാണ് ഞാൻ ചെയ്തേ പറ്റുള്ളൂ എന്ന്. ഐ മസ്റ്റ് ഗോ. എനിക്ക് പോകണം. ഓക്കെ, അപ്പം ഞാൻ പോയേ പറ്റുള്ളൂ എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. പക്ഷേ ഐ ഹാവ് ടു ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നിർബന്ധ സിറ്റുവേഷനിലാണ്, വേറൊരാൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സാഹചര്യം കാരണമോ ഞാനൊരു നിർബന്ധ അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ പറയണോ എനിക്ക് പോയേ പറ്റുള്ളൂ. അത് എനിക്കല്ല നിർബന്ധം, പക്ഷെ എൻ്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പോയേ കഴിയുള്ളൂ എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ ഹാവ് ടു എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഇത് കൺഫ്യൂസ്ഡ് ആവാനില്ല, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് പറയുന്ന ആളുടെ ടോൺ അനുസരിച്ചിട്ട് നമുക്ക് മസ്റ്റോ ഹാവ് ടുവോ യൂസ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് നോക്കൂ, നീ അവളെ വിളിച്ചേ പറ്റൂ. നീ അവളെ വിളിക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, അതുകൊണ്ട് നീ അവളെ വിളിച്ചേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. യു ഹാവ് ടു കോൾ ഹർ. നീ അവളെ വിളിക്കേണ്ടതുണ്ട്, നിർബന്ധമായും വിളിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്ന് പറയുമ്പം യു ഹാവ് ടു കോൾ ഹർ. നേരെ മറിച്ച് യു മസ്റ്റ് കോൾ ഹർ എന്ന് പറഞ്ഞാൽ നീ അവളെ വിളിക്കണം, എനിക്ക് നിർബന്ധമാണ്, നീ അവളെ വിളിച്ചേ പറ്റൂ. മനസ്സിലായോ? അങ്ങനെ ചെറിയ ഒരു സിറ്റുവേഷനിലുള്ള ഒരു ഡിഫറൻസ് ഈ മസ്റ്റ് ഉപയോഗിക്കുമ്പോഴും ഹാവ് ടു ഉപയോഗിക്കുമ്പോഴും വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ നെഗറ്റീവ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം, വരരുത് എന്ന് പറയണമെങ്കിൽ, നിർബന്ധമായും വരണം എന്ന് പറയണമെങ്കിൽ മസ്റ്റ് കം. വരരുത് എന്ന് പറയണമെങ്കിൽ മസ്റ്റൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലേ? മസ്റ്റൻ്റ് കം, വരരുത്. ഇനി വരേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവ് ടു യൂസ് ചെയ്യുന്നത്. ഹാവ് ടുവിൻ്റെ നെഗറ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നത് വരേണ്ട ഒരു സിറ്റുവേഷൻ അല്ല, വരണം എന്ന് നിർബന്ധമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. വരേണ്ടതില്ല, പോകേണ്ടതില്ല, നീ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവ് ടു യൂസ് ചെയ്യുന്നത്. സോ വരേണ്ടതില്ല അപ്പോൾ ഹാവ് ടുവിൻ്റെ നെഗറ്റീവാണ്. അപ്പോൾ ഹാവ് നോട്ട് ടു എന്നല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡോണ്ട് ഹാവ് ടു എന്നാണ്. അവർ നടക്കേണ്ടതില്ല. എങ്ങനെ പറയാം? ദേ ഡോണ്ട് ഹാവ് ടു വാക്ക്. ദേ ഡോണ്ട് ഹാവ് ടു വാക്ക്. അവർ നടക്കേണ്ടതില്ല. നിങ്ങൾ എഴുതേണ്ടതില്ല. എങ്ങനെ പറയാം? യു ഡോണ്ട് ഹാവ് ടു റൈറ്റ്. കണ്ടോ? യു ഡോണ്ട് ഹാവ് ടു റൈറ്റ്. നെക്സ്റ്റ് വൺ, അവൾ പോകേണ്ടതില്ല. എങ്ങനെ പറയും? ഷീ വരുന്ന സമയത്ത്, ഷീ, ഹി, ഇറ്റ് ഏകവചനമൊക്കെ വരുന്ന സമയത്ത് ഡോണ്ടിന് പകരം നമ്മൾ ഡസൻറ്റ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഷീ ഡസൻറ്റ് ഹാവ് ടു ഗോ. ഷീ ഡസൻറ്റ് ഹാവ് ടു ഗോ. അവൾ പോകേണ്ടതില്ല. അവൻ പോകരുത് എന്ന് പറയണമെങ്കിൽ ഹീ മസ്റ്റൻ്റ് ആണല്ലേ, പോകേണ്ടതില്ല എന്ന് വന്നതുകൊണ്ടാണ് ഡസൻറ്റ് ഹാവ് ടു യൂസ് ചെയ്തത്. ഹീ മസ്റ്റൻ്റ് ഗോ. അവൻ പോകേണ്ടതില്ല. അവൻ കാണേണ്ടതില്ല. ഹി മസ്റ്റൻ്റ് ഗോ. അവൻ പോകരുത്. അവൻ കാണേണ്ടതില്ല. ഹീ ഡസൻറ്റ് ഹാവ് ടു സീ. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നമ്മൾ പഠിച്ചത് വരണം അല്ലെങ്കിൽ വരേണ്ടതുണ്ട്, വന്നേ പറ്റൂ എന്ന് പറയാനായിട്ട് മസ്റ്റ് ഉപയോഗിക്കും. നീ വരേണ്ടതുണ്ട്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് പറയാനായിട്ട് യു ഹാവ് ടു കം എന്ന് പറയുന്നു. നീ വരരുത്, നിർബന്ധമായും വരരുത് എന്ന് പറയാൻ യു മസ്റ്റൻറ്റ് കം.
നീ വരേണ്ടതില്ല എന്ന് പറയാനായിട്ട് യു ഡോണ്ട് ഹാവ് ടു കം. അപ്പോൾ അവർ നടക്കേണ്ടതില്ല, ദേ ഡോണ്ട് ഹാവ് ടു വാക്ക്. നിങ്ങൾ എഴുതേണ്ടതില്ല, യു ഡോണ്ട് ഹാവ് ടു റൈറ്റ്. അവൾ പോകേണ്ടതില്ല, ഷി ഡസൻറ്റ് ഹാവ് ടു ഗോ. അവൻ പോകരുത്, ഹി മസ്റ്റൻറ്റ് ഗോ. അവൻ പോകേണ്ടതില്ല, ഹി ഡസൻറ്റ് ഹാവ് ടു ഗോ. അവൻ കാണേണ്ടതില്ല, ഹി ഡസൻറ്റ് ഹാവ് ടു സീ. ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കുന്നത് നമുക്ക് പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് പറയുമ്പോൾ മാത്രമേ മസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം, ഹാവ് ടു എന്നുള്ളതും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നീ പോയേ തീരൂ എന്ന് പറയുമ്പം നമുക്കറിയാം, ഒന്നെങ്കിൽ എനിക്ക് പോയേ തീരൂ, ഒന്നെങ്കിൽ ഐ മസ്റ്റ് ഗോ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഐ ഹാവ് ടു ഗോ എന്നും പറയാം. സോ പ്രസൻറ്റ് ടെൻസ് ആവുമ്പോൾ നമുക്ക് മസ്റ്റോ ഹാവ് ടുവോ ഉപയോഗിക്കാം. പക്ഷേ പാസ്റ്റ് ടെൻസ് പറയാനും ഫ്യൂച്ചർ ടെൻസ് പറയാനും നമുക്ക് ഹാവ് ടുവിൻ്റെ ഫോംസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്യൂച്ചർ ടെൻസോ കഴിഞ്ഞു പോയ കാര്യങ്ങളോ പറയാൻ പറ്റില്ല. കാരണം ചെയ്തേ പറ്റൂ, പറഞ്ഞേ പറ്റൂ എന്നൊക്കെയുള്ളത് നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, എനിക്ക് പോകേണ്ടി വന്നു, അതെന്താണ്? പാസ്റ്റ് ടെൻസ് ആണല്ലേ. അപ്പം അവിടെ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം എങ്ങനെ പറയാം? ഐ ഹാവിൻ്റെ പാസ്റ്റ് എന്താണ്? ഹാഡ് ടു. ഐ ഹാഡ് ടു ഗോ. എനിക്ക് പോകേണ്ടി വന്നു, ഐ ഹാഡ് ടു ഗോ. ഞാൻ പോകേണ്ടതുണ്ട്, ഐ ഹാവ് ടു ഗോ. ഞാൻ പോകേണ്ടി വന്നു, ഐ ഹാഡ് ടു ഗോ. ഓക്കെ, എനിക്ക് എഴുതേണ്ടി വന്നു, എങ്ങനെ പറയാം? ഐ ഹാഡ് ടു റൈറ്റ്. എനിക്കത് പറയേണ്ടി വരും എന്നാണ്. അപ്പം ഇത് ഫ്യൂച്ചർ ആണല്ലേ. ഫ്യൂച്ചർ ആവുന്ന സമയത്ത് നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എങ്ങനെ പറയും? ഐ വിൽ ഉപയോഗിച്ചാൽ മതി. ഐ വിൽ ഹാവ് ടു സേ. എനിക്ക് പറയേണ്ടി വരും, ഐ വിൽ ഹാവ് ടു സേ. എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വരും, ഐ വിൽ ഹാവ് ടു റിസൈൻ ഫ്രം ദിസ് പൊസിഷൻ. എനിക്ക് ഈ പൊസിഷനിൽ നിന്ന് രാജിവെക്കേണ്ടി വരും. കണ്ടോ? ഐ വിൽ ഹാവ് ടു, എനിക്ക് ചെയ്യേണ്ടി വരും. ഓ, നാളെ എനിക്ക് കുക്ക് ചെയ്യേണ്ടി വരും, ഐ വിൽ ഹാവ് ടു കുക്ക് ടുമോറോ. എനിക്ക് ഇന്നലെ കുക്ക് ചെയ്യേണ്ടി വന്നു, ഐ ഹാഡ് ടു കുക്ക് യെസ്റ്റർഡേ. ക്ലിയർ ആണോ? നെക്സ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. അയാൾക്കത് വിൽക്കേണ്ടി വരും, എങ്ങനെയാ പറയാ? ഹീ വിൽ ഹാവ് ടു സെൽ ഇറ്റ്. വിൽക്കുക, സെൽ. വിറ്റു, സോൾഡ്. അപ്പോൾ വിൽക്കേണ്ടി വരും, ഹീ വിൽ ഹാവ് ടു സെൽ ഇറ്റ്. അയാൾക്കത് വിൽക്കേണ്ടി വന്നു എന്നെങ്ങനെ പറയാം? ഹീ ഹാഡ് ടു സെൽ ഇറ്റ്. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു വർക്ക്ഷീറ്റ് ഉണ്ട്. ആ വർക്ക്ഷീറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഈ വർക്ക്ഷീറ്റ് ഒന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം വർക്ക്ഷീറ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കോമൻറ്റ് സെക്ഷനിലോ നിങ്ങളുടെ ഒരു നോട്ട്ബുക്കിലോ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ വീഡിയോ റിപ്ലൈ ചെയ്തിട്ട് ഈ ആൻസേഴ്സ് എന്തൊക്കെയാണ് കറക്റ്റ് ആണോ എന്നുള്ളത് ഫൈൻഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാനിത് ചെയ്ത് നോക്കട്ടെ. ഫസ്റ്റ് വൺ, നീ നാളെ വന്നേ തീരൂ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് യു മസ്റ്റ് കം ടുമോറോ എന്നോ യു ഹാവ് ടു കം ടുമോറോ എന്നോ പറയാം. യു മസ്റ്റ് കം ടുമോറോ എന്ന് പറയുമ്പോൾ എനിക്ക് നിർബന്ധമാണ്, നീ വന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ യു ഹാവ് ടു കം ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്, അപ്പം നീ വരണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യു ഹാവ് ടു കം ടുമോറോ. അല്ലെങ്കിൽ അമ്മയ്ക്ക് നിർബന്ധമാണ് നീ വരണം എന്ന്. അപ്പം ഞാൻ എന്താ പറയുക? യു ഹാവ് ടു കം ടുമോറോ. നീ നാളെ വരേണ്ടതായിട്ടുണ്ട്, നിർബന്ധമായിട്ട് നീ വരേണ്ടതായിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വൺ, നീ നാളെ ഒരിക്കലും വരരുത്, നിർബന്ധമായിട്ട് നീ വരരുത്. അപ്പം എങ്ങനെ പറയാം? യു മസ്റ്റ്ന്റ് കം. നീ നാളെ വരേണ്ടതില്ല എന്ന് പറയണമെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു കം. എനിക്ക് വരേണ്ടി വന്നു, പാസ്റ്റ് ടെൻസ് ആവുമ്പോൾ നമ്മൾ ഐ ഹാഡ് ടു കം. അവർക്ക് പോകേണ്ടി വരും, ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് ദേ വിൽ
have to go. They will have to go. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മസ്റ്റ് ആൻഡ് ഹാവ് ടു ആണ് പഠിച്ചത്. അതിൻ്റെ സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.